നമസ്കാരം. മലയാളി വാർത്തയുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, മുൻ മേയർ ആര്യ രാജേന്ദ്രൻ മുഖ്യമന്ത്രി വി.ഡി. സതീശനെതിരെ വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. യു.ഡി.എഫ് സർക്കാരിനെതിരെ വിമർശനം ഉന്നയിച്ചിരിക്കുകയാണ് ആര്യ രാജേന്ദ്രൻ. എന്താണ് ആര്യയുടെ വിമർശനം എന്ന് നോക്കാം. നാർക്കോട്ടിക്സ് ഈസ് എ ഡേർട്ടി ബിസിനസ് എന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശന് ആരെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കൂ എന്നായിരുന്നു ആര്യ രാജേന്ദ്രന്റെ പരിഹാസം. സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ച് കഴിഞ്ഞ ദിവസം ഡിവൈഎഫ്ഐ പാലക്കാട് സംഘടിപ്പിച്ച യങ് ഇന്ത്യ എന്ന പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു ആര്യ രാജേന്ദ്രൻ. ആ സമയമാണ് മുഖ്യമന്ത്രിക്കെതിരെ ആര്യ രാജേന്ദ്രൻ വിമർശനം ഉന്നയിച്ചത്. സ്വന്തം ഓഫീസിൽ കൂടെ നിർത്തുന്ന ആളുകൾ MDMAയും രാസലഹരിയും ഉപയോഗിക്കുകയാണ്. ഇവർ അറിഞ്ഞുകൊണ്ടാണോ ഇതിനൊക്കെ നേതൃത്വം നൽകുന്നതെന്ന് സാധാരണക്കാർക്ക് പോലും തോന്നിപ്പോവുകയാണെന്നും ആര്യ രാജേന്ദ്രൻ വിമർശിച്ചു. വി.ഡി. സതീശൻ പ്രതിപക്ഷ നേതാവായ സമയത്ത് തന്നെ MDMA കേസിൽ അറസ്റ്റിലായ മുഹമ്മദ് ഹുസൈൻ, അബ്ദുൾ സലാം എന്നിവരുമായി പരിചയമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ കൂടെ നിൽക്കുന്നവരൊക്കെ MDMA കേസിൽ അറസ്റ്റിലാകുന്നു. നാർക്കോട്ടിക്സ് ഇസ് എ ഡേർട്ടി ബിസിനസ് ആണ് എന്ന് മുഖ്യമന്ത്രിക്ക് ആരെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കൂ എന്നായിരുന്നു ആര്യ രാജേന്ദ്രന്റെ വാക്കുകൾ. അതേസമയം PM ശ്രീയിലും PMAY വിഷയത്തിലും ആര്യ രാജേന്ദ്രൻ വിമർശനം ഉന്നയിക്കുകയുണ്ടായി. അധികാരത്തിൽ വരുന്നതിന് മുമ്പ് മുസ്ലിം ലീഗ് പറഞ്ഞത് PM ശ്രീ കടലിൽ എറിയുമെന്നാണ്. എന്നാൽ അധികാരത്തിൽ വിദ്യാഭ്യാസം കയ്യിൽ കിട്ടിയിട്ടും ലീഗ് അത് അറബിക്കടലിൽ എറിയാത്തത് അറബിക്കടൽ എവിടെയാണെന്ന് അറിയാത്തത് കൊണ്ടാണോ എന്നും ആര്യയുടെ ചോദ്യം. PMAY പദ്ധതി നമുക്കറിയാവുന്നതുപോലെ തന്നെ ഈ വിഷയത്തിലും ആര്യ രാജേന്ദ്രൻ വിമർശനം ഉന്നയിച്ചിരിക്കുന്നു. PMAY പദ്ധതിയിൽ ഉൾപ്പെട്ട വീടിന് മുന്നിൽ എംബ്ലം വയ്ക്കണമെന്ന് പറയുന്നത് ജനങ്ങളുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്നതിന് തുല്യമാണെന്നും 10 വർഷം തുടർച്ചയായി ഭരിച്ച LDF സർക്കാർ പണിത വീടുകളിൽ ഒന്നിൽ പോലും ഇത്തരത്തിലുള്ള സിംബലുകൾ വച്ചിരുന്നില്ലെന്നും ജനങ്ങളുടെ ആത്മാഭിമാനത്തെ മാനിക്കുന്ന ആളായിരുന്നു അന്നത്തെ മുഖ്യമന്ത്രിയെന്നും ആര്യ രാജേന്ദ്രൻ പറഞ്ഞു. ജനങ്ങൾ വോട്ട് ചെയ്ത് വിജയിപ്പിക്കുമ്പോൾ ജനങ്ങളോട് നീതി കാണിക്കാൻ തയ്യാറാകണമെന്നും ആര്യ രാജേന്ദ്രന്റെ വിമർശനം. മുഖ്യമന്ത്രിക്കെതിരെ UDF-നെതിരെ നിലവിലുള്ള സമകാലീന വിഷയങ്ങളുമായിരുന്നു ആര്യ രാജേന്ദ്രൻ വിമർശനം ഉന്നയിച്ചത്. നമുക്കറിയാവുന്നതുപോലെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ ലഹരി കേസിൽ അറസ്റ്റിലായത് മുഖ്യമന്ത്രിയുടെ കൂടെയുള്ളവരിൽ ഒരാൾ മുഹമ്മദ് ഹുസൈൻ. മുഖ്യമന്ത്രി വി.ഡി. സതീശൻ 2025 കോഴിക്കോട് നടത്തിയ ഇഫ്താർ വിരുന്നിൽ കാസർഗോഡ് MDMA കേസിൽ അറസ്റ്റിലായ KH മുഹമ്മദ് ഹുസൈനും എത്തിയിരുന്നു എന്നതടക്കമുള്ള നിർണായക വിവരങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട്. അപ്പോൾ എന്താണ് ആ സംഭവവുമായി ബന്ധപ്പെട്ടുള്ള വിശദാംശങ്ങൾ കൂടി നമുക്ക് നോക്കാം. ക്ഷണിക്കപ്പെട്ട അതിഥികൾ മാത്രമായിരുന്നു ആ പരിപാടിയിൽ അന്ന് എത്തിയത്. അതിൽ മുഹമ്മദ് ഹുസൈൻ പരിപാടിയിൽ പങ്കെടുത്തതിന്റെ ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിരിക്കുകയാണ്. വി.ഡി. സതീശനും മുഹമ്മദ് ഹുസൈനുമായി അടുത്ത ബന്ധമെന്ന് സൂചിപ്പിക്കുന്ന തരത്തിലുള്ള ചിത്രങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. വി.ഡി. സതീശൻ പ്രതിപക്ഷ നേതാവായിരിക്കെയാണ് ഈ പരിപാടി നടത്തിയത്. മുസ്ലിം ലീഗിലെ ഉന്നത നേതാക്കൾ ഉൾപ്പെടെ പങ്കെടുത്തതാണ് ഈ പരിപാടിയിൽ. വി.ഡി. സതീശനെ കൂടാതെ മലബാറിന് പുറത്തു നിന്ന് പങ്കെടുത്തത് ഹുസൈൻ മാത്രമാണ്. 2025 മാർച്ച് 22-നായിരുന്നു പരിപാടി. മുഹമ്മദ് ഹുസൈനെയും അബ്ദുൾ സലാമിനെയും തനിക്ക് നേരിട്ട് അറിയാമെന്നും നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട ലാത്തി ചാർജിൽ അദ്ദേഹത്തിന് ക്രൂരമായി പരിക്കേറ്റ് കിടക്കുമ്പോഴാണ് ഫോണിൽ വിളിച്ചതും ആശ്വസിപ്പിച്ചതെന്നുമായിരുന്നു മുഖ്യമന്ത്രി പറഞ്ഞത്. ഇതിൽ മുഹമ്മദ് ഹുസൈനാണ് ഇഫ്താർ വിരുന്നിൽ ക്ഷണം കിട്ടിയത്. തനിക്ക് സോഷ്യൽ മീഡിയ ടീം ഇല്ലെന്നും ലഹരി വസ്തുവുമായി പിടിയിലായ ആൾ തന്റെ സോഷ്യൽ മീഡിയ കോർഡിനേറ്റർ അല്ല എന്നുമായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതികരണം. പിടിയിലായ സംഘം പോലീസ് പരിശോധന ഒഴിവാക്കിയത് രാഷ്ട്രീയ ബന്ധം ഉപയോഗിച്ചാണെന്ന ആരോപണം ഒരു വശത്ത് ശക്തമാകുന്നുണ്ട്. കാസർഗോഡ് കണ്ണൂർ അതിർത്തിയായ കാലിക്കടവിൽ 140 ഗ്രാം MDMAയുമായി പിടിയിലായ സംഘം വഴിയിലെ പോലീസ് പരിശോധനകൾ ഒഴിവാക്കിയത് രാഷ്ട്രീയ ബന്ധം ഉപയോഗിച്ചു എന്നാണ്. അത്തരത്തിലാണ് ഒഴിവാക്കാൻ സാധിച്ചതെന്നതടക്കമുള്ള വിവരങ്ങളും ഒരു വശത്ത് ശക്തമാവുകയാണ്. കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം ജില്ലകളിൽ വിതരണത്തിന് ശേഷം കാസർഗോഡ് ഏജന്റുമാർക്ക് MDMA എത്തിക്കാൻ പോകുമ്പോഴാണ് സംഘം കുടുങ്ങിയത്. വഴിയിൽ പലയിടത്തും പോലീസ് പരിശോധനയ്ക്കായി വാഹനം തടഞ്ഞു. പക്ഷേ പ്രതികളിൽ ഒരാളായ KH മുഹമ്മദ് ഹുസൈൻ പുറത്തിറങ്ങി പോലീസ് ഉദ്യോഗസ്ഥരോട് തന്റെ രാഷ്ട്രീയ ബന്ധം വിശദീകരിച്ച് തനിക്ക് രാഷ്ട്രീയ ബന്ധമുണ്ട്, ഉന്നതന്മാരുമായി ബന്ധമുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞ് അത്തരത്തിൽ ഉദ്യോഗസ്ഥരെ കൈകാര്യം ചെയ്തു എന്നതടക്കമുള്ള ഒരു ആരോപണം കൂടി ഒരു വശത്ത് ശക്തമാകുന്നുണ്ട്. അതേസമയം കാസർഗോഡ് MDMAയുമായി പിടിയിലായ പ്രവർത്തകനെ സംഘടനയിൽ നിന്നും പുറത്താക്കിയതായി യൂത്ത് കോൺഗ്രസ് അറിയിച്ചു. പെരുമ്പാവൂർ വലിയകുളം യൂണിറ്റ് വൈസ് പ്രസിഡന്റ് മുഹമ്മദ് ഹുസൈനെയാണ് പുറത്താക്കിയത്. ഇയാൾ മുഖ്യമന്ത്രി വി.ഡി. സതീശനൊപ്പം നിൽക്കുന്ന ചിത്രങ്ങളൊക്കെ പുറത്തു വന്നത് വലിയ വിവാദമായതാണ്. ഈ ചിത്രങ്ങൾ ഉയർത്തി CPM ഭരണപക്ഷത്തിനെതിരെ രംഗത്ത് വന്നിരുന്നു. മുഹമ്മദ് ഹുസൈന്റെ FB പേജ് ഹുസൈൻ മുസാഫിർ എന്ന പേരിലാണുള്ളത്. പ്രതിപക്ഷ നേതാവായിരിക്കെ വി.ഡി. സതീശന്റെ സോഷ്യൽ മീഡിയ ടീമിലുള്ളയാളാണെന്നാണ് മുഹമ്മദ് ഹുസൈൻ വ്യക്തമാക്കുന്നത്. എന്നാൽ മയക്കുമരുന്നുമായി അറസ്റ്റിലായ പ്രവർത്തകനെ അറിയില്ല എന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റും മന്ത്രിയുമായ OJ ജനീഷും എറണാകുളം DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് MLAയും പറഞ്ഞു. അതേസമയം മുഖ്യമന്ത്രി എന്താണ് പറഞ്ഞതെന്ന് നോക്കാം. പോലീസ് മർദ്ദനത്തിൽ പരിക്കേറ്റ പ്രവർത്തകൻ എന്ന നിലയിൽ താൻ
ഈ വ്യക്തിക്ക് പരിഗണന നൽകിയിരുന്നു. മുഹമ്മദ് ഹുസൈൻ ഇത്തരം പ്രവർത്തനങ്ങളുണ്ടെന്ന് അവിടുത്തെ പാർട്ടി പ്രവർത്തകർക്ക് ഉൾപ്പെടെ അറിയില്ലായിരുന്നു. അറസ്റ്റ് ചെയ്യപ്പെട്ടപ്പോഴാണ് താനും ഇക്കാര്യം അറിയുന്നതെന്നുമായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതികരണം. ലഹരിക്കേസിൽ അറസ്റ്റിലായ മുഹമ്മദ് ഹുസൈനെ തനിക്ക് നേരിട്ട് അറിയാം. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനായിരുന്നു മുഹമ്മദ് ഹുസൈൻ. നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് പെരുമ്പാവൂർ കുറുപ്പംപടി MGM സ്കൂളിന് മുന്നിൽ വെച്ച് ക്രൂരമായി ലാത്തി ചാർജിൽ ഗുരുതരമായി പരിക്കേറ്റ് മുഹമ്മദ് ഹുസൈൻ ചികിത്സയിൽ കഴിയുമ്പോഴാണ് ആദ്യമായിട്ട് ഫോണിലൂടെ സംസാരിച്ചത്. ഫോണിലൂടെ ആശ്വസിപ്പിച്ചിരുന്നു താനെന്ന്. കൂട്ടത്തിൽ എപ്പോഴെങ്കിലും വീട്ടിൽ വരാമെന്നും താൻ വാക്ക് കൊടുത്തതാണ്. കുറേ കാലത്തിന് ശേഷം വെങ്ങോല പഞ്ചായത്തിൽ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ പോയപ്പോൾ ഹുസൈനെ താൻ വീട്ടിൽ പോയി കണ്ടുവെന്നും അതിന്റെ ചിത്രങ്ങളൊക്കെ ഉണ്ട് എന്നും VD സതീശൻ പറഞ്ഞു. അതിനുശേഷം 3-4 തവണ പല സ്ഥലത്ത് വെച്ച് പരസ്പരം കണ്ടുമുട്ടിയിട്ടുമുണ്ട്. അപ്പോഴെല്ലാം പോലീസ് മർദ്ദനത്തിൽ പരിക്കേറ്റ പാർട്ടി പ്രവർത്തകനെന്ന നിലയിലുള്ള താല്പര്യമാണ് താൻ ആ വ്യക്തിയോട് കാണിച്ചിട്ടുള്ളത്. അന്നൊന്നും ആ നാട്ടിലെ പാർട്ടിക്കാർക്കോ നിവാസികൾക്കോ ഇയാൾക്ക് മയക്കുമരുന്ന് ഇടപാടുണ്ടെന്ന കാര്യത്തിൽ അറിവുണ്ടായിരുന്നില്ല എന്നാണ് മുഖ്യമന്ത്രി നൽകുന്ന വിശദീകരണം. അറസ്റ്റ് ചെയ്തപ്പോഴാണ് എല്ലാവരും ആ വിവരം അറിയുന്നത്. തന്റെ സോഷ്യൽ മീഡിയ ടീമിൽ ഹുസൈൻ ഉണ്ടെന്ന ആരോപണം തെറ്റാണ്. പ്രതിപക്ഷ നേതാവായിരുന്നപ്പോഴും മുഖ്യമന്ത്രിയായപ്പോഴും ഒരു സോഷ്യൽ മീഡിയ കോർഡിനേറ്ററെയും ഒരു സ്ഥലത്തും താൻ വെച്ചിട്ടില്ല. സമൂഹ മാധ്യമങ്ങളിൽ തനിക്കെതിരായ പരാമർശങ്ങൾ നീക്കാൻ മെറ്റയെ സമീപിച്ചിട്ടുമില്ല. രത്തൻ കേൽക്കർ ഉൾപ്പെടെ ഒരു ഉദ്യോഗസ്ഥന് ഇക്കാര്യത്തിൽ ഇടപെട്ടിരുന്നില്ല. മുൻ സർക്കാർ പോലീസിനെ ഉപയോഗിച്ച് തന്റെ ഇന്റർവ്യൂ നീക്കിയപ്പോഴാണ് പരാതി നൽകിയതും പുനഃസ്ഥാപിച്ചതെന്നും മുഖ്യമന്ത്രി വിശദീകരിച്ചു. അതേസമയം ഈ MDMA കേസുമായി പിടിയിലാവുന്ന ആൾ മുഖ്യമന്ത്രിക്കൊപ്പം നിൽക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വരുമ്പോൾ ഉറപ്പായിട്ടുണ്ടാകുന്ന വിവാദങ്ങൾ അത് വലിയ ശക്തമായിരുന്നു. പ്രതികളിൽ ഒരാളായ പെരുമ്പാവൂർ സ്വദേശി KH മുഹമ്മദ് ഹുസൈൻ്റെ ചിത്രങ്ങളും വീഡിയോകളുമാണ് മുഖ്യമന്ത്രിക്കൊപ്പം നിൽക്കുന്ന വീഡിയോകളാണ് പുറത്തു വന്നത്. പ്രതിപക്ഷ നേതാവായിരുന്ന VD സതീശൻ്റെ സോഷ്യൽ മീഡിയ കോർഡിനേറ്റർ എന്ന ഇയാളുടെ സോഷ്യൽ മീഡിയ പ്രൊഫൈലിൽ അവകാശപ്പെട്ടിരുന്നു. ഇതെല്ലാമാണ് വിവാദമായത്. എന്തായാലും ഓപ്പറേഷൻ തൂഫാനുമായി ബന്ധപ്പെട്ട് പെരുമ്പാവൂരിൽ നടത്തിയ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പങ്കെടുത്ത പരിപാടിയുടെ സംഘാടകരിൽ ഒരാൾ കൂടിയായിരുന്നു മുഹമ്മദ് ഹുസൈൻ. ഓപ്പറേഷൻ തൂഫാന് പിന്തുണ പ്രഖ്യാപിച്ച ഇയാളുടെ പോസ്റ്റും ഫേസ്ബുക്കിൽ ഉണ്ട്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.